بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഫാത്തിർ 11-12 വചനങ്ങളാണ് ഇന്ന് നമ്മൾ പുതിയ പാഠമായി പാരായണം ചെയ്യുന്നത്. പേജ് നമ്പർ 435-436. ഈ ആയത്തുകളിൽ പ്രധാനമായി നമ്മൾ അറിയേണ്ട തജ്വീദ് നിയമങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം. വല്ലാഹു ഖലഖകും, വല്ലാഹു, വാവ് മുസ്തഫിലാണ്, ഇസ്തിഫാലിൻ്റെ അക്ഷരമാണ്, തർക്കീഖ് ചെയ്യണം. എന്നാൽ അല്ലാഹു എന്ന ലഫ്ദുൽ ജലാലയിലെ ലാം അതിനെ തഫ്ഖീം ചെയ്യണം. അതിൻ്റെ ദീർഘത്തിലും തഫ്ഖീമുണ്ട്. അപ്പോൾ വല്ലാഹു, വല്ലാഹു ഖലഖകും, ഖാഇനും ഖാഫിനും തഫ്ഖീമാണ്, അതിനിടയ്ക്ക് ലാമ് തർക്കീഖാണ്. അപ്പോൾ ഖലഖകും, സക്കിന മീം ശേഷമുള്ള മീമിൽ ഇദ്ഗാം ഷഫവി നൽകി പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം മിത്ലൈനി സഗീർ എന്നും അതിന് പേര് പറയാം. അപ്പോൾ ഖലഖകും മിൻ തുറാബ്, മിൻ എന്ന സക്കിന നൂൻ ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മിൻ തുറാബിൻ സുമ്മ, അവിടെ തൻവീനിനെയും ഇഖ്ഫാ ചെയ്ത് മറച്ചു മണിക്കേണ്ടതാണ്. സുമ്മ, ഷദ് നൽകപ്പെട്ട മീമിനെ മണിക്കുക 2 ഹറക്കത്തിൻ്റെ അളവിൽ. ഉന്നത്തുകളൊക്കെയും അങ്ങനെ. മിൻ നുത്ഫ, അവിടെ സാക്കിന നൂൻ ഇദ്ഗാം കാമിൽ ബിഗുന്ന, ശേഷമുള്ള നൂനിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കുക. അപ്പോൾ മിൻ തുറാബിൻ സുമ്മ മിൻ നുത്ഫത്തിൻ സുമ്മ നുത്ഫത്തിൻ, ത്വാ ഖൽഖലയാണ്, അതോടൊപ്പം തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണ്. ഷദീദായ ഖുവ്വത്തിൻ്റെ സിഫത്തുകളുള്ള മുത്ബഖായ അക്ഷരമാണ്. അപ്പോൾ നുത്ഫത്തിൻ സുമ്മ, തൻവീൻ ഇഖ്ഫാ ഹഖീഖി, മീം മുശദ്ദദ മണിക്കുക, നേരത്തെ പറഞ്ഞതുപോലെ. ജഅലകും അസ്വാജ, ജഅലകും, ഐന് വ്യക്തമാക്കി ഉച്ചരിക്കണം. അത് ഹംസ പോലെ ഒന്നും ആയി പോകരുത്. സാക്കിന മീമിനെ ഇൽഹാർ ഷഫവി ചെയ്ത് മണിക്കാതെ വെളിവാക്കണം. സുമ്മ ജഅലകും അസ്വാജ, അസ്, അസ് എന്ന് പറയുമ്പോൾ സായിൻ്റെ ഉച്ചാരണം, അതിൽ അത് സീനോ മറ്റ് രൂപത്തിലൊന്നും ആയി പോകരുത്. അസ്വാജ, അലിഫിൽ 2 ഹറക്കത്തിൻ്റെ അളവ് മാത്രമേ കൊടുക്കാവൂ, ദീർഘം. അസ്വാജ എന്ന് കൂടുതൽ നീട്ടരുത്. വമാ തഹ്മിലു മിൻ ഉൻസ, വമാ തഹ്മിലു, ഹ വ്യക്തമാക്കി ഉച്ചരിക്കുക. മിൻ ഉൻസ, സാക്കിന നൂൻ ഇൽഹാർ ഹൽഖി മണിക്കാതെ വെളിവാക്കുക. ഉൻസയിലെ സാക്കിന നൂനിനെ ഇഖ്ഫാ ചെയ്ത് മറച്ച് മണിച്ച് ഓതേണ്ടതാണ്. ഇവിടെ സൂചിപ്പിക്കാനുള്ള കാര്യം, ഇതിൽ ആവർത്തിച്ച് വരുന്നു എന്ത്? ഇഖ്ഫാ, ഇഖ്ഫാ നൂനി സാക്കിന വത്തൻവീൻ. നമ്മൾ സൂചിപ്പിച്ച കാര്യമാണ്, വ്യക്തമാക്കിയിട്ടുള്ളതാണ്. കൈഫിയ്യത്തുൽ ഇഖ്ഫാ, ഇഖ്ഫാഇൻ്റെ രൂപം. അത് നൂനിൻ്റെ പൂർണ്ണമായ ഇൽഹാർ സംഭവിക്കാതെ നൂനിൻ്റെ മഖ്റജിൽ, അതായത് മേൽ മോണയിൽ നാവിൻ്റെ അറ്റം തട്ടിക്കാതെ അവ്യക്തമാക്കുക. അല്പം അകത്തി വെച്ചുകൊണ്ട്, അല്പം ഒന്ന് നാവിങ്ങനെ മോണയിൽ നിന്ന് വേർപെടുത്തിക്കൊണ്ട് അടുത്ത അക്ഷരത്തിൻ്റെ മഖ്റജിലേക്ക് ഉടനെ പോവുക. അതാണല്ലോ ഈ
ഇഖ്ഫായിൻ്റെ രൂപം. ആ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു എന്നർത്ഥം. ഇവിടെ മീൻ തുറോബ്, അവിടെ മിൻ എന്ന് ഇൽഹാർ, അതായത് വ്യക്തമായി പോകരുത്. മീൻ തുറോബ്. അതുപോലെ തുറോബിൻ സുമ്മ, ഇവിടെ അവസാനമായി ഉൻസ, ഇവിടെ ഒക്കെയും ആ കാര്യം ശ്രദ്ധിക്കുക. വല തദഉ, തദഉ, ദ്വാദിന് തഫ്ഖീം കൊടുക്കുക. ഇസ്തിതാല എന്ന സിഫത്തുണ്ട്. തദഉ, ദ്വാദിന് മാത്രമാണ് തഫ്ഖീം, മറ്റക്ഷരങ്ങൾക്ക് തഫ്ഖീം വരികയില്ല. വല തദഉ ഇല്ലാ ബിഇൽമി, ഇല്ലാ ബിഇൽമി. ആയിന് ശ്രദ്ധിച്ചോതുക. ഹ ഉദ്ദമീറിൽ വഖഫ് സുക്കൂൻ നൽകിക്കൊണ്ടായിരിക്കണം ചേർത്തോതുമ്പോൾ. മദ്ദുസ്സില സുഗ്റ കൊടുത്ത് ബിഇൽമിഹി വമാ യുഅമ്മർ എന്ന് ചേർത്തോതണം. യുഅമ്മർ, അതുപോലെ വീണ്ടും മുഅമ്മർ, ഇവിടെയൊക്കെ മീം മുശദ്ദദ ആവർത്തിക്കുന്നു, മണിച്ചു കൊണ്ടോതണം. വമാ യുഅമ്മറു മിൻ മുഅമ്മരിൻ വലാ, അവിടെ മിൻ മുഅമ്മർ സാക്കിന നൂൻ ഇദ്ഗാം ബിഗുന്ന കാമിൽ നൽകി ലയിപ്പിച്ച് മണിക്കണം. മിൻ മുഅമ്മരിൻ വലാ യുൻഖസ്. മുഅമ്മരിൻ തൻവീനിനെ ഇദ്ഗാം ബിഗുന്ന വാവിലേക്ക് ലയിപ്പിച്ച് ഭാഗികമായി മണിക്കണം. യുൻഖസു, ഇവിടെ സാക്കിന നൂനിനെ നേരത്തെ സൂചിപ്പിച്ച ഇഖ്ഫാ ചെയ്ത് മണിച്ചോദനം. ഇഖ്ഫായിലും അല്ലെങ്കിൽ മണിക്കലിലും തഫ്ഖീം ഉണ്ടാവണം. ശേഷം ഖാഫ് തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണ് എന്നതുകൊണ്ട് വലാ യുൻഖസു, വലാ യുൻഖസു മിൻ ഉമുരിഹി, മിൻ ഉമുരിഹി സാക്കിന നൂൻ ഇൽഹാർ ഹൽഖി, ഐനാണ് ശേഷമുള്ളത്, വെളിവാക്കുക, മണിക്കാതെ. ഉമുരിഹി ഇല്ലാ ഫീ കിതാബ്, ഉമുരിഹി മദ്ദുസ്സില കുബ്ര നൽകിക്കൊണ്ട് 4-5 ഹറക്കത്തിൻ്റെ അളവിൽ യാഇന് ദീർഘം നൽകൽ അനുവദനീയമാണ്. ഹ ഉദ്ദമീറിൻ്റെ യാഇന്. ഇല്ലാ ഫീ കിതാബ്, ബായിൽ ഖൽഖല കുബ്ര നൽകി വഖഫ് ചെയ്യുക. ദീർഘം നൽകാവുന്നതാണ്. മദ് ആരിദ് നൽകിക്കൊണ്ട് 4-5-6 ഹറക്കത്ത് വരെ ദീർഘിപ്പിക്കാവുന്നതാണ്. 2 ഹറക്കത്തിൽ മതിയാക്കുകയുമാവാം. ഇന്ന ദാലിക അലല്ലാഹി യസീർ, നൂൻ മുശദ്ദദ, ഷദ്ദ നൽകപ്പെട്ട നൂനിനെ മണിക്കണം. യസീർ, റായിനെ തർക്കീഖ് ചെയ്ത് നേർപ്പിച്ച് വഖഫ് ചെയ്യുക. അടുത്ത വചനം വമാ യസ്തവിൽ ബഹ്റാൻ, അവിടെ റായിനും അലിഫിനും തഫ്ഖീമുണ്ട്, ശ്രദ്ധിക്കുക. അൽ ബഹ്റാൻ ദീർഘം നൽകിക്കൊണ്ട് മദ് ആരിദ് നൽകി വഖഫ് ചെയ്യാം. വഖഫ് ചെയ്യുന്നില്ലെങ്കിൽ അൽ ബഹ്റാനി ഹാദ എന്ന് ചേർത്തോതുക. ഹാദാ അദ്ബുൻ ഫുറാത്തുൻ സായിഗ്, അല്ലേ? സായിഗുൻ ഷറാബുഹു എന്ന് ഇങ്ങോട്ടാണ് അതിൻ്റെ ബന്ധം, അത് ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞ വഖഫുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ അദ്ബുൻ ഫുറാത്ത്, തൻവീനിനെ ഇഖ്ഫ ചെയ്ത് തർക്കീഖോട് കൂടിയുള്ള മണിക്കൽ നൽകണം. ഫുറാത്തുൻ, റായിനും അലിഫിനും തഫ്ഖീമാണ്. ഫുറാത്തുൻ, അവിടെയും തൻവീനിനെ ഇഖ്ഫ മറച്ച് മണിക്കുക. തർക്കീഖാണ് മണിക്കലിൽ ഉണ്ടാവുക. സായിഗുൻ ശറാബുഹു, അതിലെ അലിഫിനെ മദ് മുത്തസിൽ വാജിബ് നൽകി ദീർഘം നൽകൽ നിർബന്ധമാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ. തൻവീൻ ശേഷം ഷീന് വന്നിട്ടുണ്ട്. ഇഖ്ഫ ഹഖീഖി മറച്ചു മണിക്കുക.
സായിഗുൻ ശറാബു. ഈ ദമ്മ് ആകുമ്പോഴുള്ള തൻവീൻ ബി ദമ്മ ആകുമ്പോഴുള്ള പ്രശ്നം പലപ്പോഴും ഒരു തഫ്ഖീമിൻ്റെ രൂപം അവിടെ വരും മണിക്കുമ്പോൾ. ശേഷമുള്ള അക്ഷരത്തിനനുസരിച്ചാണ് തഫ്ഖീമോ തർക്കീഖോ കൊടുക്കേണ്ടത്. ഇവിടെയൊക്കെയും തഫ്ഖീമാണ് എന്നത് ശ്രദ്ധിക്കുക. ശറാബുഹു വഹാദാ മിൽഹുൻ ഉജാജ്. മിൽഹുൻ ഇൽഹാർ ഹൽക്കി നൽകി തൻവീനിനെ വെളിവാക്കുക, മണിക്കരുത്. ഉജാജ് ഖൽഖല കുബ്ര നൽകി ജീമിൽ വഖഫ് ചെയ്യണം. വമിൻ കുല്ലിൻ തഅകുലൂന. രണ്ട് ഇഖ്ഫാകൾ, ഒന്ന് സാക്കിനായ നൂൻ, രണ്ടാമത്തെ തൻവീൻ. ഇഖ്ഫാ ഹഖീഖി, നൂനിന് ശേഷം കാഫും തൻവീന് ശേഷം താഉമാണ്. തർക്കീഖാണ് മണിക്കലിൽ വേണ്ടത്. വമിൻ കുല്ലിൻ തഅകുലൂന ലഹ്മ. തഅകുലൂന ഹംസ ഷിദ്ദത്തിൻ്റെ അക്ഷരമാണ്, ശ്രദ്ധിക്കുക. തഅകുലൂന ലഹ്മൻ ത്വരിയ്യ. തൻവീനിനെ ഇഖ്ഫാ ചെയ്ത് മറച്ച് മണിക്കുക. മണിക്കലിൽ തഫ്ഖീം വേണം, ശേഷം ത്വാ ഉണ്ട് എന്നതുകൊണ്ട്. ലഹ്മൻ ത്വരിയ്യൻ വതസ്തഖ്രിജൂൻ. ത്വരിയ്യൻ വ ഇദ്ഗാം ബിഗുന്ന ചെയ്ത് തൻവീനിനെ വാവിലേക്ക് ലയിപ്പിച്ച് മണിക്കണം, ഭാഗികമായി ലയിപ്പിച്ച് മണിച്ചോതുക. വതസ്തഖ്രിജൂന ഖാഇന് തഫ്ഖീം കൊടുക്കുക. വതസ്തഖ്രിജൂന ഹില്യതൻ തൽബസൂനഹ. തൻവീനിനെ ഇഖ്ഫാ ചെയ്ത് മറച്ച് മണിച്ച് ഓതുക. അലിഫിൽ ഒരു അലിഫ് മാത്രമേ പാടുള്ളൂ, അഥവാ രണ്ട് മാത്ര ദീർഘം നൽകി നിർത്തേണ്ടതാണ്, കൂടുതൽ ദീർഘിപ്പിക്കരുത്. വതറൽ ഫുൽക. വതറൽ ഫുൽക റാഇന് തഫ്ഖീം കൊടുക്കണം. ഫീഹി മവാഖിറ. ഫീഹി മവാഖിറ. ഖാഇന് കുറഞ്ഞ തഫ്ഖീം കസ്റായതിനാൽ റാഇന് പൂർണ്ണമായ തഫ്ഖീം. ലിതബ്തഗൂ. ബാഇന് ഖൽഖല സൂറ കൊടുത്ത് ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കുക, സുകൂൻ. ലിതബ്തഗൂ മിൻ ഫദ്ലിഹി വലഅല്ലകും. മിൻ സക്കിനായ നൂൻ ഇഖ്ഫാ ഹഖീഖി മറച്ച് മണിച്ച് ഓതേണ്ടതാണ്. വലഅല്ലകും തഷ്കുറൂൻ. സാക്കിനായ മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. റാഇന് തഫ്ഖീം കൊടുത്ത് അതിൻ്റെ ദീർഘം മദ് ആരിദ് സുകൂൻ നൽകിക്കൊണ്ട് വഖഫ് ചെയ്യുക. അപ്പോൾ വലഅല്ലകും തഷ്കുറൂൻ. ബാറകല്ലാഹു ഫീക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والله خلقكم من تراب ثم من نطفة ثم جعلكم أزواجا وما تحمل من أنثى ولا تضع إلا بعلمه وما يعمر من معمر ولا ينقص من عمره إلا في كتاب إن ذلك على الله يسير. وما يستوي البحران هذا عذب فرات سائغ
سائغ شرابه وهذا ملح أجاج. ومن كل تأكلون لحما طريا وتستخرجون حلية تلبسونها وترى الفلك فيه مواخر لتبتغوا من فضله ولعلكم تشكرون.